നമസ്കാരം. കോൺഗ്രസ് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി. ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യം പൂർണ്ണ തോതിൽ പുറത്തുവരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സകല അടവുകളും പുറത്തെടുക്കുന്ന സമയം. മാസപ്പടി മുതൽ പത്മജ വരെ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കും. LDFും UDFും മുഴുവൻ സീറ്റും അവകാശപ്പെടുമ്പോൾ ഒരു സീറ്റെങ്കിലും നേടി മാനം കാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് BJP. അതിനിടയിലാണ് കെ കരുണാകരന്റെ ലെഗസിയിൽ രണ്ട് മക്കൾ തമ്മിൽ തർക്കം. അത് രണ്ട് പാർട്ടികൾ ഏറ്റെടുക്കുന്നു. ഈ തർക്കം ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രവാസി ശബ്ദം ഇന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത് സഹയാത്രികൻ വാഹിദ് നാട്ടിക, IYC ഇന്റർനാഷണൽ നിസാർ കുന്നംകുളത്തിങ്ങൽ, BJP പ്രതിനിധി രമേശ് മണിക്കോത്ത്. മൂന്ന് പേർക്കും സ്വാഗതം. ഞാൻ ആദ്യം നിസാറിലേക്ക്. നിസാർ, വലിയ തരത്തിൽ കെ കരുണാകരന്റെ പേര് 2-3 ദിവസമായി നമ്മൾ കേൾക്കുന്നു. പത്മജയുടെ കൂറുമാറ്റം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. അദ്ദേഹത്തിന്റെ ലെഗസി ആർക്ക് സ്വന്തം എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇപ്പോൾ നടക്കുന്ന വിവാദം ഇല്ലെങ്കിൽ ചർച്ച. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? നമസ്കാരം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ എക്കാലത്തെയും മികച്ച നേതാവ് പ്രിയപ്പെട്ട ശ്രീ കെ കരുണാകരന്റെ ലെഗസി പാരമ്പര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ് ശ്രീ കെ കരുണാകരൻ. കേരളത്തിൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച, കേരളത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച, കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ കേന്ദ്രമന്ത്രി മുതൽ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച ശ്രീ കെ കരുണാകരന്റെ പാരമ്പര്യം അത് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമുക്കറിയാം, ഇന്ന് ദേശീയ തലത്തിൽ BJP അവർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോ അതുപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാതെ BJPയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സവർക്കറുടെ ഷൂ നക്കിയ പാരമ്പര്യമാണ്. ആ പാരമ്പര്യം ഉള്ള ഒരു അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഒരു എന്താന്ന് പറയാ, ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് പോലും ഒരാള് മരണപ്പെടാത്ത ഒരു പാർട്ടിയാണ്. നിസാറ, ഈ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് ഇത്രയധികം ആളുകൾ ഇപ്പം തമാശയ്ക്ക് ഇപ്പൊ പറയുന്നുണ്ട്, ചിലപ്പോൾ അത് കാര്യമായി എടുത്തേക്കാം, ഏറ്റവും കൂടുതൽ MP-കൾ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പേരും കോൺഗ്രസിൽ നിന്ന് പോയവരാണെന്ന്. അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ച കേരളത്തിൽ കൂടി കാണേണ്ടി വരുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇത്രയധികം പാരമ്പര്യമുള്ള പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ടാണ് BJP പോലൊരു പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നത്? പത്മജ പറഞ്ഞതുപോലെ വെറും അവഗണന മാത്രമാണോ അതിന്റെ കാരണം? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പാരമ്പര്യം ഇല്ലാത്ത BJP ഈ പാരമ്പര്യം എന്ന് പറയുന്നത് എന്താ പറയാ, വെറുതെ തറവാടിത്തവും പാരമ്പര്യമൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ലോ. ആ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിന്റെ ഭാഗമായി, ചരിത്രം തിരുത്തുന്നതിന്റെ ഭാഗമായി അവർ ഇതുപോലുള്ള ആളുകളെ അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഇതിന്റെ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നതാണോ രാഷ്ട്രീയ നിലപാട്? അല്ല, അതിപ്പോ കോൺഗ്രസ് അല്ലെങ്കിൽ അത് എല്ലാ പാർട്ടികളിലും ഉള്ളതാണ്. എല്ലാ പാർട്ടികളിലും ഇതുപോലെ അധികാരമോഹികൾ അവർ പറയുന്ന കാരണം പത്മജ വേണുഗോപാൽ പറയുന്നത് അവരെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ്. അവർക്ക് അറിയിക്കുന്ന എല്ലാ. ശ്രീ രമേശ് മണിക്കോത്ത്, ഇവിടെ ഇപ്പൊ നിസാർ പറഞ്ഞതുപോലെ അവരുടെ നേതാവാണ് ഇപ്പം കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ കോൺഗ്രസിന്റെ മുഖമായിട്ടാണ് ദേശീയ തലത്തിൽ പോലും കണ്ടുകൊണ്ടിരുന്നത്. എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനൊരു നേതാവിനെ എങ്ങനെയാണ് നിങ്ങളുടേതാക്കാൻ ശ്രമിക്കുന്നത്? അതിന് വരുന്നതിന് മുന്നേ കോൺഗ്രസ് തന്നെ പ്രതിനിധി പറഞ്ഞതിന് മറുപടി പറയേണ്ടിയിരുന്നു.
കാരണം അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരടക്കം എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ പത്മജ വേണുഗോപാൽ ഇന്നലെ BJPയിൽ ചേർന്നതിന് ശേഷം പത്മജ വേണുഗോപാൽ അത് താങ്കൾ ഒന്നുകൂടെ പറയാമോ? ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയാമോ? ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കാര്യം പറഞ്ഞോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പറയുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. നിങ്ങൾ ചരിത്രം പഠിക്കാത്ത, ചരിത്രം അറിയില്ല നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നത്. ശരി ശരി, തുടർന്നോളൂ ശ്രീ രമേശ്, തുടർന്നോളൂ. നിസാർ, താങ്കളിലേക്ക് വരാം, മറുപടി പറയാനുള്ള സമയമുണ്ട്. നിസാർ അതിനോട് മറുപടി പറയും, അദ്ദേഹം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ശ്രീ രമേശ് പറഞ്ഞോളൂ. പത്മജ വേണുഗോപാൽ വന്നതിന് ശേഷം പത്മജ വേണുഗോപാൽ വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയായി, ബഹള കൊണ്ടുവന്ന ആളാണ് എന്നൊക്കെയാണ് ഇപ്പൊ പ്രചരണം നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ 27-ാം തീയതി നടന്ന ചർച്ചയിൽ, ന്യൂസ് 18 ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ 2-ൽ കൂടുതൽ നേതാക്കന്മാർ വരാനുണ്ട്, എന്നും വരാനുണ്ട്. ഒന്നിൽ കൂടുതൽ രണ്ട് നേതാക്കന്മാർ എന്നും വരും കോൺഗ്രസിൽ നിന്ന്. ഞാനിവിടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ ഇത് ശ്രീ കരുണാകരന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ്, അതുപോലെ തന്നെ ഗ്രൂപ്പിൽ താങ്കൾക്ക് പറ്റുമെങ്കിൽ ആ പേര് കൂടെ പറഞ്ഞോളൂ. ഇപ്പൊ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അവിടെ മാറ്റി സ്ഥാനാർത്ഥി നിർത്താമല്ലോ കോൺഗ്രസിന്. എവിടെ? കോൺഗ്രസിൽ നിന്ന് 2-3 പേർ കൂടി വരും എന്ന് താങ്കൾ പറഞ്ഞല്ലോ, നേതാക്കൾ. അതെ അതെ. അല്ല, ആ പേരുകൾ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത്. ഇല്ല, പേര് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 27-ാം തീയതി ന്യൂസ് 18 ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ വരും. അത് ലോകനാഥ് ബെഹ്റയൊന്നുമല്ല. ലോകനാഥ് ബെഹ്റയാണോ മുരളീധരനെ LDF-ലേക്ക് കൊണ്ടുപോയത്? അതൊക്കെ എന്ന് പറഞ്ഞാൽ വിഡിത്തം മാത്രമാണ്. അദ്ദേഹത്തിന്റെ കരുണാകരനെ തന്നെ തള്ളി പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ലൂസ് ടോക്ക് പറയുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇതൊന്നും ഇതെടുത്ത കരുണാകരൻ എന്ന വ്യക്തി, അതേപോലെ ഉമ്മൻചാണ്ടി, AK ആന്റണി, ഇതിന്റെ പിന്നിൽ അന്ന് ജനങ്ങളുണ്ടായിരുന്നു, അണികളുണ്ടായിരുന്നു. ഇന്നത്തെ സതീശന്റെ പിന്നാലെയോ സുധാകരന്റെ പിന്നാലെയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുന്നവരല്ല. അപ്പൊ ആ നിലയിലുള്ള പ്രവർത്തകർ ഒരുപാടുണ്ട്. ഇത് കരുണാകരന്റെ പിന്നിൽ നിന്ന് പ്രവർത്തകർ, അതുപോലുള്ള പ്രവർത്തകർ പത്മജ വേണുഗോപാലിന് യാതൊരു ഇതുമില്ലാതെ നല്ല സപ്പോർട്ട് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ BJPക്ക് യാതൊരു സംശയവുമില്ല. BJP കൊണ്ടുവന്നിരിക്കും. ഇന്ന് ഞാൻ, നാളെ നീ, നമുക്കറിയാം. ശരി BJPയിലേക്ക് പോകുന്നതിന് എനിക്കൊരു ശരി, ഞാൻ നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്ക് വരാം. ശ്രീ വാഹിദ് നാട്ടിക, ഇവിടെ താങ്കൾക്ക് അറിയാമായിരിക്കും തൃശ്ശൂരിലെ ഒരു പൾസ് എങ്ങനെയാണെന്നൊക്കെ. തൃശ്ശൂരിൽ പോകുന്നതിന് എനിക്ക് ഒരു മടിയില്ലെന്ന്. ശരി, തൃശ്ശൂരിൽ K കരുണാകരൻ വോട്ടാകുമോ? അവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം BJP, രണ്ടുപേരും ദയവായി തുടരാമോ? കേൾക്കുന്നില്ല, അതാണ് പ്രശ്നം. രണ്ടുപേരും ബഹളം വയ്ക്കാം. പറഞ്ഞോളൂ. ശരി, തൃശ്ശൂരിന്റെ പൾസ് അറിയാവുന്നത് കൊണ്ട് ചോദിക്കട്ടെ, ഇവിടെ K കരുണാകരന്റെ ലെഗസിയൊക്കെ എത്രത്തോളം വോട്ടാകും? ഇനി വോട്ടാവുമെങ്കിൽ അത് ആർക്കാകും ലാഭം? ഇതില് എനിക്ക് നല്ല രസമാണ് തോന്നുന്നത്. കാരണം ഇവര് സത്യത്തിൽ ഒരു ബായി ചർച്ചയാണ് നടക്കുന്നത്. കാരണം കേരളത്തിൽ കരുണാകരൻ തന്നെയാണ് ആരംഭിച്ചത് ഈ RSS കോലീബി സഖ്യം എന്നുള്ളത്. കുപ്രസിദ്ധി നേടിയ വടകര ബേപ്പൂർ സഖ്യം എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് കേരള ചരിത്രത്തിൽ വളരെ സമീപകാല കേരളത്തിൽ വളരെ ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഏറ്റവും കറുത്ത ദിനങ്ങളായി കാണപ്പെടുന്ന ദിനങ്ങളാണ്. അത് മാത്രമല്ല, മാരാർജിയുടെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് RSSുമായി സഖ്യം ചേർന്നിരുന്നത് എന്നുള്ളത്, RSSന്റെ കേഡർ വോട്ടർമാരെ ഏതടിസ്ഥാനത്തിലാണ് അവർ വാങ്ങിയിരുന്നത് എന്നുള്ളത് അതിപ്പോൾ ആരംഭിച്ചതല്ല. ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ഒരു രാജ്യസഭാ MP-യെ ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം KC വേണുഗോപാൽ വിജയിപ്പിച്ച് തന്നാൽ, നിങ്ങൾ KC വേണുഗോപാലിനെ ഇവിടെ ആലപ്പുഴയിൽ വിജയിപ്പിച്ച് തന്നാൽ KC വേണുഗോപാൽ സ്വാഭാവികമായിട്ടും രാജിവെക്കേണ്ടി വരുന്ന സീറ്റ് BJPക്ക് ജയിക്കാൻ കഴിയൂ. കാരണം അവിടുത്തെ രാജ്യസഭാ സീറ്റാണല്ലോ. അവിടെ നിലവിലുള്ള MLA-മാരുടെ കണക്ക് പ്രകാരം BJPക്ക് ജയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊരു സംഘടിതമായ രണ്ടു കൂട്ടരും തമ്മിൽ ചേർന്നെടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇതിന്റെ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ആളും KC വേണുഗോപാൽ തന്നെയാണ്. അദ്ദേഹം ഈ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കൊണ്ടുവന്ന് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ അവസ്ഥ തുടരും. എന്തായാലും ഇന്ത്യയിലെ ജനാധിപത്യ കക്ഷികൾക്ക് തീരെ ശുഭോദർക്കമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്തായാലും
കോൺഗ്രസ് ആ വഴിയിൽ തന്നെ പോവുകയുള്ളൂ. കേരളത്തിലെ കോൺഗ്രസ് RSS ആണത്. പണ്ട് ആന്റണി പരസ്യമായിട്ട് പറയുമായിരുന്നു, ഈ രാത്രി RSS ആയിട്ടുള്ളവർ, പകൽ കതറിട്ടിട്ടുള്ളവർ ഇനി പാർട്ടിയിൽ വേണ്ട എന്നൊക്കെ ആന്റണി ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ തന്നെ പോയി. കോൺഗ്രസിന്റെ സമാന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളുടെയും അടുത്ത തലമുറ BJP ആയി പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രഹസ്യമായിട്ടുള്ളത് വേറെ ഉണ്ട്, അതിനിപ്പോ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോ നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ 2 പേര് വരാനുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. 2 പേരല്ല, ഞാൻ ഭയപ്പെടുന്നത് ഇവിടെ വന്ന് മോഡി പ്രസംഗിച്ചത് 10 MP-മാരാണ്. BJPക്ക് 10 MP-മാരുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം കേരളത്തിലെ വിവേകമുള്ള മനുഷ്യരാരും BJPക്ക് വോട്ട് ചെയ്യില്ല. ഇതിൽ അത്ഭുതപ്പെടുന്നത് സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോകുന്നത് പോലെയല്ല. കേരളത്തിന്റെ ഏറ്റവും അതായത് അത്രയും സംഭാവന നൽകിയിട്ടുള്ള 2 നേതാക്കളുടെ മക്കൾ പോയി എന്നുള്ളതാണ് വലിയ ചർച്ചയാകുന്നതും അത്ഭുതപ്പെടുത്തുന്നതും. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ചോദ്യത്തിനോട് LDF സെക്രട്ടറി CPM സെക്രട്ടറി പ്രതികരിച്ചതായിരുന്നു കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു പ്രതികരണമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നിയത്. പത്മജ BJP-യിലേക്ക് പോയതിൽ CPM-ന് സന്തോഷമില്ല എന്ന് ചോദിച്ചപ്പോൾ ഒരു മതേതര വിശ്വാസിക്കും സന്തോഷകരമല്ല, ഒരു CPIM എന്നല്ല, ഇന്ത്യയിലുള്ള ഒരു മതേതര വിശ്വാസിക്കും സന്തോഷകരമല്ല. എന്തിനേറെ ഇപ്പോൾ BJPക്ക് ഒരു രാജ്യസഭാ സീറ്റ് നൽകാൻ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. KC വേണുഗോപാൽ ജയിക്കാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്. KC വേണുഗോപാൽ ജയിക്കുന്നതോടുകൂടി ഇതുവരെ രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ആ BJPക്ക് അത് ആ ഭൂരിപക്ഷം ലഭിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അതായത് കൃത്യമായ രാഷ്ട്രീയ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ അവസാനിപ്പിക്കുക എന്നുള്ള അജണ്ടയിൽ KC വേണുഗോപാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അജണ്ട വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ്. അദ്ദേഹം പത്മജയെ കൊടുത്തു കഴിഞ്ഞു. ഇനി മുരളീധരനെ തൃശ്ശൂരിൽ നിർത്തി അവിടെ നിന്ന് തോറ്റു കഴിഞ്ഞാൽ മുരളീധരനും ചെല്ലും. അങ്ങനെ ഏറെക്കുറെ അതാണ് ഇവിടെ നിന്ന് ജയിച്ച 10 MP-മാരെ കൊണ്ടുപോകാമെന്നുള്ളതാണ്. എന്തായാലും കേരളത്തിലെ ജനതയ്ക്ക് വിവേകമുണ്ട്, അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാരെ വിജയിപ്പിക്കും, BJPയെ ശ്രീ നിസാർ, ഇവിടെ നമുക്കറിയാം തെരഞ്ഞെടുപ്പാണ് വരുന്നത്. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഇപ്പം ഇവിടെ സ്വാഭാവികമായിട്ടും UDF-ഉം LDF-ഉം തമ്മിലാണ് പോരാട്ടം എന്ന് പറയുമ്പോഴും LDF ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും എന്ത് വിഷയമാണ് കൂടുതലായി എടുത്ത് പറയുന്നത്? ഇല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് മാറുന്നുണ്ടോ? രാഷ്ട്രീയം പറയുന്നതിൽ നിന്ന് മാറുന്നുണ്ടോ? ഒരുപാട് വിഷയങ്ങളുണ്ട്. വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ മരിച്ച കാര്യം, വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന വിഷയമുണ്ട്, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകിയതുണ്ട്, പെൻഷനുണ്ട്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള ആരോപണമുണ്ട്. ഇത്രയൊക്കെ രാഷ്ട്രീയമായിട്ടും അല്ലാതെയും സർക്കാരിനെതിരെ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഈ കരുണാകരന്റെ ലെഗസിയുമായിരിക്കുന്നതിൽ കോൺഗ്രസിന് ഒന്നും തോന്നുന്നില്ലേ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴിമാറി പോകുന്നതിൽ? തീർച്ചയായും ധന്യ, എനിക്ക് ഈ ആദ്യമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞതിന് മറുപടി പറയാനുള്ള സമയം തരണം. ആദ്യമായി BJP സുഹൃത്ത് പറഞ്ഞത്, പിന്നെ ഇവിടെ കേരളത്തിലെ നേതാക്കളെല്ലാം BJP-യിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടെ CPM സുഹൃത്ത് പറഞ്ഞത്. ഞാൻ പറയുന്നു, ആദ്യമായി കേരളത്തിൽ പാലക്കാട് മത്സരിച്ചിരുന്ന ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ശ്രീ LK അദ്വാനിയാണ്. ആ രീതിയിലുള്ള സഖ്യത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് ഇവിടെ CPM ആണ്. അതുപോലെ CPM-ന്റെ MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം BJP-യിലേക്ക് പോയി. ഇതൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടെങ്കിലും ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ CPM ഈ പത്മജയുടെ വിഷയം ഉയർത്തിപ്പിടിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞവിടെ കരുണാകരന്റെ പ്രിയങ്കരനായ പത്മജയുടെ വിഷയത്തിൽ കോൺഗ്രസ് പത്മജ വലിയ ഉപകാരം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. പത്മജ അച്ഛന്റെ കെയർ ഓഫിൽ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ആളാണ്, അങ്ങനെയാണ് 2 തവണ മത്സരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പത്മജയിലൂടെ വന്നിരിക്കുന്ന മാറ്റം K.മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുകയും ഷാഫി പറമ്പിലിനെ, താങ്കളുടെ വളരെ അടുത്ത ആളാണ്, ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് എത്തുകയും അപ്പോൾ പാലക്കാട് എന്ത് സംഭവിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചാൽ? അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ ജയിക്കില്ല എന്ന ഉറപ്പിലാണോ കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയി വടകര നിർത്തിയത്? ഇനി ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തവണ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു വന്നതെന്നുള്ളത്. അപ്പം അത് BJPക്കല്ലേ ഗുണം ചെയ്യാൻ പോകുന്നത്? താങ്കൾ സൂചിപ്പിച്ച 2 കാര്യം. ഒന്നാമത് ശ്രീ K. മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അതിൽ കേരളത്തിലെ കോൺഗ്രസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, അതായത്
ബി ജെ പിയെ നേരിടാൻ കേരളത്തിലെ കരുണാകരന്റെ ഒരു സന്തതിയെ ഇവിടുന്ന് ബി ജെ പിയിലേക്ക് പോയപ്പോൾ അതിനെ നേരിടാൻ ആ കരുണാകരന്റെ മറ്റൊരു മകൻ തന്നെ വന്ന് നേരിട്ട് ബി ജെ പിയോട് പൊരുതുകയാണ്. ആ പൊരുതലിലൂടെ അതിന്റെ ആ ഒരു ഊർജം എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിൽ വലിയ ഒരു മുന്നേറ്റം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി ആ രീതിയിലുള്ള കേന്ദ്രത്തിൽ ബി ജെ പി വരുന്നതിന് തടയിടാൻ, നിങ്ങൾ രാജ്യസഭാ സീറ്റിന്റെ കണക്കൊക്കെ പറഞ്ഞു. ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവണം. അതുകൊണ്ട് കേരളത്തിൽ നമ്മൾ UDF ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച 20 സ്ഥാനാർത്ഥികളെയാണ്. നേരത്തെ ഏറ്റവും മികച്ചതെന്ന് താങ്കൾ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ശബരിമല യുവതി പ്രവേശനം കേരളത്തിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തു, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഉണ്ട് കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് ഇത്രയധികം സീറ്റ് UDFന് കിട്ടാൻ കാരണമായത്. അതൊന്നുമല്ല ഇന്നത്തെ സാഹചര്യം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. ഇവിടെ എന്ത് പ്രതീക്ഷയാണ്, എന്ത് അടിപൊളി സ്ഥാനാർത്ഥികളെന്നാണ് പറയുന്നത്? ഇവിടെ ഒരു പ്രതീക്ഷയുടെ കാര്യത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യയിൽ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന പാർട്ടി അത് കോൺഗ്രസ്. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയെങ്കിൽ മാത്രമേ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ കഴിയൂ. അതിന് പരമാവധി സീറ്റുകൾ ഏകോപിപ്പിക്കുക എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് UDF ഇത്തരത്തിലുള്ള ഒരു നീക്കം. ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ, താങ്കൾ അതിന് ഞാൻ അടുത്ത ഗസ്റ്റിലേക്ക് പോവാണ്. അങ്ങനെ പരമാവധി സീറ്റുകൾ ഇവിടെ നിന്ന് വേണമെന്ന് പറയുമ്പോഴാണ് TN പ്രതാപനും K സുധാകരനും ഒക്കെ തുടക്കത്തിലെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അവരുടെ അതൃപ്തി എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ കുറിച്ചുകൂടി കോൺഗ്രസും പ്രവർത്തകരും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രമേശ് മാണിക്കോത്ത്, ഇവിടെ BJP ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം, ഇങ്ങനെ നേരത്തെ താങ്കൾ പറഞ്ഞു പത്മജ എന്നൊരു വ്യക്തിയെ അവിടേക്ക് എത്തിക്കുമ്പോൾ, ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ BJPക്ക് ഉണ്ടാവുന്ന നേട്ടം മാത്രമാണോ നിങ്ങൾ നോക്കുന്നത്? അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ മനുഷ്യരെ പറ്റി, കേരളത്തിലെ ജനതയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തതുപോലെ പ്രവർത്തിക്കുന്നതായി പൊതുജനത്തിന് തോന്നില്ലേ? ഒരിക്കലുമല്ല. രാഷ്ട്രീയം നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP പ്രവർത്തിക്കുന്നത്. അത് ഇവിടെയുള്ള എവിടെയാണ് രാഷ്ട്രീയം? മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ കടമെടുത്ത് പോസ്റ്ററിൽ ഒട്ടിക്കുന്നതാണോ രാഷ്ട്രീയം? ഒരിക്കലുമല്ല. BJPയിൽ മത്സരിക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ്. തുടർന്നോളൂ ശ്രീ രമേശ്. കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കാൻ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. താങ്കളിലേക്ക് വരാം, തുടർന്നോളൂ. BJP ഇവിടെയുള്ള ദേശീയതയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആര് വന്നാലും BJP സ്വീകരിക്കും. അതിനൊരു സംശയമില്ല. അത് പത്മജയായാലും മുരളീധരനായാലും KPCC പ്രസിഡന്റ് സുധാകരനായാലും ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ആർക്കും വരാവുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയല്ല, അവർ ദേശീയതയിൽ വിശ്വസിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ യാതൊരു പ്രലോഭനവും കൊടുക്കാതെ. അങ്ങനെയാണെങ്കിൽ പത്മജയ്ക്ക് സീറ്റ് കൊടുക്കണ്ടേ? പത്മജയ്ക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. ഒരു പ്രലോഭനവും ഇല്ലാതെ അവർ വരികയാണ്. കോൺഗ്രസിലെ അടിമത്വം മതിയായിട്ട് മടുത്തിട്ട് അവർ BJPയിലേക്ക് വരുവാണ്. അതിനു മുന്നേ മാഡം വാഹിദ് നാട്ടിക പറഞ്ഞ ഒരു കാര്യം, വാഹിദ് നാട്ടിക പറഞ്ഞു മറ്റേ കോൺഗ്രസ്സുകാരെല്ലാം കോൺഗ്രസിനെ കാട്ടും മുന്നേ ഞങ്ങൾക്ക് സഹകരിച്ചിട്ടുണ്ട് CPM. ഈ BJPയിലേക്ക് വരുന്നത് അങ്ങനെയുള്ളവർ മാത്രമല്ല കേട്ടോ. ഇപ്പൊ EDയെ പേടിച്ചുള്ള ആളുകളും ഒക്കെ ഒരുപാട് നേതാക്കൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ വരുന്നുണ്ട്. ഒരിക്കലും ഇതൊക്കെ ചുമ്മാ നിങ്ങൾ പത്രക്കാരൻ മീഡിയ ഉണ്ടാക്കുന്നതാണ്. EDയെ പേടിച്ച് ED എന്താണ് ഇല്ലാത്ത കേസിന് ഇപ്പം നിങ്ങളുടെ പേരിൽ EDക്ക് കേസ് ഉണ്ടാക്കാൻ പറ്റും. കേസുള്ളവർക്കെതിരെ ED കേസെടുക്കും. മടിയിൽ കലമുള്ളവനെ പേടിക്കേണ്ടി വരും. അല്ലാത്തവരെ എന്തിനാ പേടിക്കുന്നത്? അല്ലാത്ത സാധാരണക്കാരുടെ നേരെ ED പോയി കയറുവോ? നിങ്ങളുടെ പേര് ED വരുമോ? ഒന്നും വരില്ല. അപ്പൊ കള്ളന്മാരുണ്ടെങ്കിൽ കള്ളന്മാർ പേടിക്കണം. ED വരും, CBI വരും, എല്ലാവരും വരും. അല്ലാത്തവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ പത്മജ വേണുഗോപാൽ വന്നത് അത് ദേശീയതയിൽ ചേർന്നുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അതിന് ഇവർക്ക് എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ, അതുപോലെ അനുഭാവികൾ, ഒരുപാട് അനുഭാവികളുണ്ട്. മുരളീധരൻ തൃശ്ശൂർ നിന്നുകൊണ്ടൊന്നും BJPന്റെ രഥയാത്ര തേരോട്ടം തടയാനാവില്ല. മുരളീധരൻ കോൺഗ്രസിന്റെ ഒരു ജ്ഞാനിയിലാണ്. രാഹുൽ ഗാന്ധി വിചാരിച്ചിട്ട് നടക്കാത്തതാണോ? സുരേഷ് ഗോപിയുടെ അവിടുത്തെ പ്രചാരണ പരിപാടിയൊക്കെ കാണുന്നുണ്ടോ? സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ കാണുന്നുണ്ടോ? സുരേഷ് ഗോപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ?
അല്ല, പ്രചാരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം പ്രവർത്തകരോട് ഉണ്ടാവുന്നത്, പ്രവർത്തകർ അതിന്റെ ശരിയായ രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം ശാസിക്കും. അത് സാധാരണ ഒരു നേതാവ് ചെയ്യേണ്ടതാണ്, അത് ചെയ്യണം തന്നെ ഞാൻ പറയുന്നത്. ഒരു നേതാവിന്റെ ഉത്തരവാദിത്തമാണ് ഇത് സുരേഷ് ഗോപിയെ നിർവഹിച്ചത്. അതിലൊന്നും പ്രയാസപ്പെടണം. പക്ഷേ സുരേഷ് ഗോപി വൻ വിജയം നേടും, ഇദ്ദേഹത്തിന്റെ വാട്ടർലുമായിരിക്കും മുരളീധരന്റെ എന്നുള്ളത് സംശയം വേണ്ട. മുരളീധരനെ ഒതുക്കിയതാണ് ഈ കോൺഗ്രസ്, അദ്ദേഹത്തിന് ഒതുക്കിയതാണ്. അവിടെയാണ് ഈ സ്ഥാനാർത്ഥികൾ തമ്മിൽ. ഇപ്പൊ കോഴിക്കോട് MP ആയിരിക്കുന്ന ശ്രീ രാഘവൻ ആളുകളെ ചേർത്ത് പിടിക്കുന്നു, പത്തനംതിട്ടയിൽ ശ്രീ തോമസ് ഐസക്കൊക്കെ ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ അവരെ, അതായത് വോട്ട് ചെയ്യേണ്ട ആളുകളെ ഇങ്ങനെ വഴക്ക് പറയുന്നതാണ് ഒരു നല്ല സ്ഥാനാർത്ഥിയുടെ ലക്ഷണം. അല്ല, പ്രവർത്തകരെയാണ് ഇത്, സാധാരണ വോട്ടേഴ്സിനെ അല്ല, പ്രവർത്തകരെ ശാസിക്കാനുള്ള ഉത്തരവാദിത്തം അതിന്റെ നേതാക്കന്മാർക്കുണ്ട്. എങ്കിലേ അത് പ്രവർത്തനം ശരിയായ ചിട്ടയായ രീതിയിൽ പോകും. അത് ആവശ്യമാണ്. ചിട്ടയായ പ്രവർത്തനം ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ഒരു നേതാവിന് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അതാണ് അദ്ദേഹം നിർവഹിച്ചത്. അത് ആരും പൊലിപ്പിച്ച് കാണിക്കൊന്നും വേണ്ട. അതൊന്നും ഒരു വിഷയമല്ല തൃശ്ശൂരിൽ, അതെല്ലാവിടുത്തെ വിഷയം. സുരേഷ് ഗോപി തൃശ്ശൂര് ഇപ്രാവശ്യം അദ്ദേഹം പറഞ്ഞ അതേ ഭാഷയിൽ ഇപ്രാവശ്യം സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുക തന്നെ ചെയ്യും. ശരി, ശ്രീ വായുനാട്ടുക, ഇവിടെ ഒരു പിടിവള്ളിയാണ് പത്മജിയുടെ BJP പ്രവേശനം. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ നേരത്തെ ശ്രീ MP ഗോവിന്ദൻ പറഞ്ഞ കാര്യം പറഞ്ഞു എങ്കിൽ പോലും ഇതൊരു പിടിവള്ളിയാണ്. കാരണം പല കാര്യങ്ങളും ഇതിൽ ഇപ്പോൾ വലിയ പ്രതികരണങ്ങളൊന്നും LDFന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് വലിയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇതിനെക്കുറിച്ച് വലിയ രൂക്ഷമായ പ്രതികരണമൊന്നും ഉണ്ടാകാത്തത് അവിടെ എന്ത് സംഭവിക്കുന്നു, ഗാലറിയിൽ ഇരിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് LDFന് വളരെ ആത്മവിശ്വാസമുള്ള പല മണ്ഡലങ്ങളുണ്ട്. UDFും LDFും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഏത് തരത്തിലാണ് LDFന് ഇത് ഗുണം ചെയ്യുക? ഒരു പക്ഷേ ഇതെല്ലാം മാറി പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല, പ്രഖ്യാപനത്തിന് മുമ്പ് ഇതെല്ലാം തിരിഞ്ഞ് ഇപ്പം നമുക്കറിയാം, ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസും BJPയും തമ്മിലുള്ള എന്താണ് ധാരണ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കോലിബി സഖ്യം എന്നുള്ള ഘടകമൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇത് തിരിച്ച് LDFനെ തന്നെ തിരിച്ചടിച്ചാൽ എന്ത് ചെയ്യും? ഒന്ന്, സമീപകാല ഇന്ത്യയിൽ ഒരു പ്രാവശ്യം ഇന്ത്യയിലെ ജനാധിപത്യം ഒരു വലിയ ഭീഷണി നേരിടുകയും ആ ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള അന്നത്തെ ഫാസിസത്തിനെതിരെ മുഴുവനായിട്ടുള്ള ആളുകൾ, അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന അന്നത്തെ സാഹചര്യത്തിൽ അതിനെതിരെ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും പോരാടിയിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ എല്ലാവിധം വിഭാഗം മനുഷ്യരും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ഇതേ അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അല്ലാതെ കോൺഗ്രസ് ഒരു കാലത്തും നല്ല പാർട്ടി ആയിട്ടില്ല. കോൺഗ്രസ് നെഹ്റുവിന്റെ നയം അവസാനിപ്പിച്ച് തികഞ്ഞ പൂർണ്ണമായ ഒരു നവലിബറൽ മുതലാളിത്ത കക്ഷിയായി, ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് മുതലാളിത്ത സ്വഭാവം ആയിരിക്കുമ്പോൾ തന്നെയാണ് ഒന്നാം UPA സർക്കാർ ഉണ്ടാകുന്നത്. ആ സമയത്താണ് കേരളത്തിൽ 2004 20ൽ 18 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ സമാനമായ ഒരു സാഹചര്യമാണ് 2004 ഏറെക്കുറെ സമാനമായ അവസ്ഥയാണ് 2024 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2024 ജനങ്ങൾക്ക് മുമ്പിൽ 2 ചോദ്യങ്ങളാണുള്ളത്. കേരളത്തിലെ ജനത, ഇവർ ഈ BJPയുടെ 1ാം ക്ലാസ് മണ്ഡലവും 2ാം ക്ലാസ് മണ്ഡലവും 3ാം ക്ലാസ് മണ്ഡലവും ഒന്നുമില്ല. അവർക്ക് ആകെ 3ാം ക്ലാസ്സേ ഉള്ളൂ. എല്ലായിടത്തും 3ാം സ്ഥാനത്ത് അവരായിരിക്കും. അതിലൊരു സംശയവും വേണ്ട. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ BJP 3ാം സ്ഥാനത്തായിരിക്കും. അതിലൊരു സംശയമില്ല. കേരളത്തിൽ മത്സരം LDF UDF തമ്മിൽ തന്നെയാണ്. അപ്പോ ഈ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു BJP ഇതര RSS ഇതര മതേതര സർക്കാർ വരണം. കോൺഗ്രസ് വരുമെന്ന് കോൺഗ്രസ്സുകാർ പോലും പറയുന്നില്ല. ഇന്ത്യ എന്ന മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഇന്ത്യ എന്നൊരു മുന്നണി വരുമെന്ന് പറയുന്നതാണ്. അതിന്റെ പ്രധാനമന്ത്രി കോൺഗ്രസ് ആകുമെന്ന് കോൺഗ്രസ് പോലും സ്വപ്നത്തിൽ കാണുന്നില്ല. 40 സീറ്റുള്ള കോൺഗ്രസ് എവിടെയാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്? അപ്പൊ കോൺഗ്രസ് അല്ല, ഇന്ത്യയിൽ ഒരുപാട് മതേതര കക്ഷികളുണ്ട്. അത്തരം മതേതര കക്ഷികളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നണി ഇന്ത്യ നിലനിൽക്കാനുള്ളതാണ്. അവിടെ ഇവിടത്തെ കുറച്ചല്ല, അത് തുടക്കത്തിലെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ അതും അനുരാജയെ പോലെ ഒരാളെ നേരിടാൻ വരുന്നു എന്ന് പറയുമ്പോൾ അത് തിരിച്ചും ബാധകമല്ലേ? അവിടെ രാഹുൽ ഗാന്ധി ഉണ്ട്, അതുകൊണ്ട് മാറി നിൽക്കാമെന്ന് എന്തുകൊണ്ട് LDF ഇവിടെ തീരുമാനിച്ചില്ല? അല്ല, തിരിച്ചല്ല ചിന്തിക്കേണ്ടത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇടതുപക്ഷ കക്ഷികൾ എവിടെയാണ് പ്രധാനപ്പെട്ട കക്ഷികളായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ മത്സരിക്കുന്നത് ആർക്കെതിരെ ആയിരിക്കണം? ഇത് നോക്കൂ, ഇത് കോൺഗ്രസിനോട് പറയാത്തത് എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പത്മജയുടെ കോൺഗ്രസ് ആണ്. ബേസിക്കലി പത്മജയുടെ കോൺഗ്രസ് ആണ്.
കേരളത്തിലെ കോൺഗ്രസ് കുറെ കാലമായിട്ട് പത്മജയുടെ കോൺഗ്രസ് ആണ്, RSSന്റെ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റി അത് അംഗീകരിക്കാൻ സാധിക്കില്ല. പത്മജയുടെ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, രാജ്യസഭ MP നൽകാനാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു, ബാക്കി എല്ലാം മാറ്റിവെക്കൂ. ഒരു KC വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിൽ MP ആവാൻ പോവുകയാണ്. എന്താണ് BJPക്ക് ഒരു MP രാജ്യസഭയിൽ ഉണ്ടാവുക എന്ന് പറയുന്നതിനോളം അപകടം ഇന്ത്യൻ സാഹചര്യത്തിൽ? കാരണം അഥവാ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം വന്നില്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യയിൽ ഉപരിസഭയായി നിൽക്കുന്ന രാജ്യസഭയുടെ ചെറുത്തുനിൽപ്പാണ് ഇന്ത്യയിൽ RSS ഹിന്ദു രാഷ്ട്രമാക്കാത്തത്. ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള കൊടി കൊടുക്കുകയാണ്. പലസ്തീൻ വിഷയത്തിൽ RSSനൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ്. എല്ലാ നിലയിലും RSSന്റെ നയങ്ങളുമായി ഒന്നിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അവിടെയാണ് കോൺഗ്രസിനോട് പറയാനുള്ളത്, ഇന്ത്യ നിലനിൽക്കണമെന്നുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ മതേതര കക്ഷികളും ഒന്നിച്ചു നിൽക്കണം. അവിടെ സ്വല്പമെങ്കിലും വിവേകമുണ്ടാകാൻ, രാഷ്ട്രീയമായ ബോധ്യമുണ്ടാകാൻ. ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചാലായി എന്നുള്ള അവസ്ഥയിലാണ് ആനി രാജ അത്തരത്തിലുള്ള പ്രചരണം പോയിട്ടുണ്ട്. കേരളത്തിൽ 20 സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. ആ മത്സരം എന്നുള്ളത് ഇന്ത്യയിൽ ഉയർത്തപ്പെടേണ്ട മതേതര ജനാധിപത്യ ബദൽ, കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുള്ള മതേതര ജനാധിപത്യ ബദലാണ്. അത് വിജയിക്കുക തന്നെ ചെയ്യും. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രമേശ് മണിക്കോത്ത്, ശ്രീ നിസാർ കുന്നംകുളത്തിങ്കൽ, ശ്രീ വാഹിദ് നാട്ടിക. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ